ഇതോ അക്രമം എന്നൊരു CPM നേതാവ് ചോദിച്ചത് എൻ്റെ സഹപാനലിസ്റ്റ് വിമർശിച്ചിരുന്നു. ഇതല്ല അക്രമം. ഞാൻ അക്രമത്തിന് 2 ഉദാഹരണങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിൽ, എൻ്റെ പാനലിസ്റ്റുകൾക്ക് മുന്നിൽ പറയാം. ഒന്ന് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ 2022 ജൂലൈ മാസം 21-ാം തീയതിയിലെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നു, ED സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചതിൻ്റെ ഭാഗമായി 2 കാർ കത്തിച്ചു കളഞ്ഞു. ഒന്ന് ED ഓഫീസിന് മുന്നിൽ ശാന്തിനഗറിലും മറ്റൊന്ന് ശേഷാദ്രിപുരം എന്ന് പറയുന്ന സ്ഥലത്തും 2 കാറുകൾ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്. അക്രമം ഇങ്ങനെയും ആകാം എന്ന് കാണിച്ചു തന്നത് കോൺഗ്രസ് ആണ്. 2022-ലാണ് EDയുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധി ED സോണിയാഗാന്ധിയെ നാഷണൽ ഹെറാൾഡ് കേസുമായി കസ്റ്റഡിയിലെടുത്ത സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇത് ചെയ്തത്. 5 പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. 2022 തീർന്നില്ല. ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു, അതേ ദിവസം തന്നെ ബോംബെയിൽ ED ഓഫീസിൻ്റെ മതിൽ ചാടിക്കടന്ന് അതിൻ്റെ ഗേറ്റിൻ്റെ ആ പൂട്ട് തകർത്ത് അതിനുള്ളിൽ പോയി അവിടെയുള്ള പ്രവർത്തകർ അന്ന് അവധി ദിവസമായിട്ട് പോലും സെക്യൂരിറ്റി ജീവനക്കാരനെ മറികടന്ന് ED കോമ്പൗണ്ടിലേക്ക് ട്രസ്പാസ് ചെയ്ത് കയറി പ്രതിഷേധം നടത്തി എന്നുള്ളതിന് അവിടെയും ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബോംബെയിലാണ്, ഒന്ന് ബാംഗ്ലൂരിലാണ്. പലയിടത്തും പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ED ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ നാഷണൽ ഹെറാൾഡ് കേസിൽ അതൊരു വ്യാജ കേസാണെന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അങ്ങനെ തന്നെയാണ് ഒടുവിൽ ആ വിധി വന്നതും. ആ സമയത്ത് പ്രതിഷേധിക്കുകയും കാറിന് തീ വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് അക്രമമല്ലാതാവുകയും ഇവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ 7 മണിക്കൂറോളം ഒരു കേസുമായി ബന്ധപ്പെട്ട 12 ഇടങ്ങളിൽ റെയ്ഡ് നടക്കുമ്പോൾ അവരുടെ നേതാവിനെ 7 മണിക്കൂർ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന മട്ടിലുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ പ്രവർത്തകർ കാറിൻ്റെ ചില്ല് തകർക്കുന്നത് അക്രമമാവുകയും ചെയ്യുന്നത് അനീതിയാണ്.